ഹായ് ഹലോ, ഐ എം നിതിൻ. ദിസ് ഈസ് NSK മാത്സ്. അപ്പം നമ്മൾ 9ാം ക്ലാസ്സിലെ പേയേഴ്സ് ഓഫ് ഇക്വേഷനിലെ 5ാമത്തെ ഭാഗത്തിലോട്ട് കടക്കാം. ഈ ഭാഗത്തിൽ ഞാൻ 2 ക്വസ്റ്റ്യൻസുകൾ മാത്രമാണ് ഇൻക്ലൂഡ് ചെയ്തത്. അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് 2 ക്വസ്റ്റ്യൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തു. അടുത്ത ഭാഗത്തിൽ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസും കൂടെ ഇൻക്ലൂഡ് ചെയ്യും. അങ്ങനെ ടോട്ടൽ 6 ഭാഗങ്ങളായിട്ടാണ് നമ്മൾ ഈ ചാപ്റ്റർ ഇപ്പോൾ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് 5ാമത്തെ ഭാഗത്തിലെ ആദ്യത്തെ പ്രോബ്ലത്തിലോട്ട് പോകാം. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: when the large number is divided by a small number. അപ്പോൾ ഇവിടെ 2 കാര്യങ്ങൾ പറ്റി പറയുന്നുണ്ട് അല്ലേ. ഒന്നാമത്തെ എന്താണ്? ഒരു ലാർജ് നമ്പറും ഉണ്ട്, ഒരു സ്മോൾ നമ്പറും ഉണ്ട്. അപ്പം ഫസ്റ്റിൽ തന്നെ നമുക്ക് അതങ്ങ് സെറ്റ് ചെയ്തേക്കാം. എന്ത് പറയുന്നു? ലാർജ് നമ്പറിനെ എന്തെന്ന് വിളിക്കാം? എക്സ് എന്നും വിളിക്കാം. അതേപോലെ തന്നെ സ്മോൾ നമ്പറിനെ നമുക്ക് എന്തെന്നും വിളിക്കാം? വൈ എന്നും വിളിക്കാം. ആദ്യത്തെ സ്റ്റെപ്പ് കംപ്ലീറ്റ്. രണ്ടാമത്തെ സ്റ്റെപ്പ് നിങ്ങളൊന്ന് വായിച്ചു നോക്കി. എന്താണ്? വെൻ ദ ലാർജ് നമ്പർ ഈസ് ഡിവൈഡ് സ്മോൾ നമ്പർ. അപ്പൊ ഇവിടെ ലാർജ് നമ്പരും സ്മോൾ നമ്പരും നമ്മൾ എന്ത് ചെയ്ത് സെറ്റ് ചെയ്തു. ഇനി അവർ പറഞ്ഞിരിക്കുന്നത് ഈ ലാർജ് നമ്പറിനെ സ്മോൾ നമ്പർ വെച്ച് നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ ദ കോഷ്യന്റ് ആൻഡ് റിമൈൻഡർ ആർ ബോത്ത് 2 എന്ന് പറഞ്ഞാൽ കോഷ്യന്റും റിമൈൻഡറും എന്താണെന്നാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്? രണ്ടും എന്താണ്? 2 ആണെന്നാണ് പറയുന്നത്. അതിനു മുമ്പേ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ഇങ്ങനൊരു കാര്യം നമ്മൾ കുഞ്ഞു ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ് ഡിവിഡൻഡ് എന്ന് പറയുന്നത്? കോഷ്യന്റ് ഇൻറ്റു ഡിവൈസർ പ്ലസ് റിമൈൻഡർ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഞാനൊരു എക്സാമ്പിൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം. നമുക്കൊരു 15-നെ അല്ലെങ്കിൽ ഒരു 12-നെ നമുക്ക് 5 വെച്ചൊന്ന് ഡിവൈഡ് ചെയ്യാം. എന്താണ്? 12-നെ 5 വെച്ചൊന്ന് ഡിവൈഡ് ചെയ്യാം. അങ്ങനെ ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എത്ര കിട്ടും? 5 ഗുണം 2 ആണ് 10, റിമൈൻഡർ 2. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാമെന്ന് വെച്ചാൽ, അതായത് ഈ 12-നെ നമുക്ക് എങ്ങനെ എഴുതാം? ഈ ഒരു നിയമം വെച്ച് നമുക്ക് 12-നെ എങ്ങനെ എഴുതാമെന്ന് വെച്ചാൽ, 12 എന്ന് പറയുന്നത് എന്താണ്? കോഷ്യന്റിനെ എന്ത് ചെയ്യണം? ഡിവൈസർ വെച്ച് നമുക്ക് എന്ത് ചെയ്യണം? മൾട്ടിപ്പിൾ ചെയ്യണം. കോഷ്യന്റിനെ എന്ത് വെച്ച് മൾട്ടിപ്പിൾ ചെയ്യണം? ഡിവൈസർ വെച്ച് മൾട്ടിപ്പിൾ ചെയ്യണം. ആ മൾട്ടിപ്പിൾ അപ്പൊ കോഷ്യന്റ് ഇവിടെ എത്രയാണ്? 2. ഡിവൈസർ എത്രയാണ്? 5. അപ്പൊ നമുക്ക് എന്ത് ചെയ്താം? 2 ഗുണം 5 പ്ലസ് എന്താണ്? റിമൈൻഡർ ഇവിടെ എത്രയാണ്? 2. ദാറ്റ് ഈസ് ഈക്വൽ 2. നിങ്ങളൊന്ന് ഗുണിച്ചു നോക്കിയാൽ 2 10 പ്ലസ് 2 എത്രയാണ് കിട്ടി? 12 കിട്ടി. ഈ ഒരു കാര്യം നിങ്ങൾ ഓർത്തു വെക്കണം. ഡിവിഡൻഡ് എന്ന് പറയുന്നത് കോഷ്യന്റ് ഇൻറ്റു ഡിവൈസർ പ്ലസ് എന്താണ്? റിമൈൻഡർ. അങ്ങനെയാണെങ്കിൽ ഇവിടെ ക്വസ്റ്റ്യൻ അനുസരിച്ച് നമുക്ക് എങ്ങനെ എഴുതാം? ഇവിടെ ലാർജ് നമ്പറിനെ ഡിവൈഡഡ് ബൈ സ്മോളർ നമ്പർ. അപ്പൊ നമുക്ക് ലാർജ് നമ്പറിനെ ഡിവൈഡഡ് ബൈ സ്മോളർ നമ്പർ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ലാർജ് നമ്പർ എന്താണ്? എക്സ് ഈസ് ഈക്വൽ ടു ഈ എക്സ് എന്ന് പറയുന്നതിന് നമുക്ക് എന്ത് ചെയ്യാം? ഡിവൈഡഡ് ബൈ സ്മോളർ നമ്പർ എന്ന് പറയുമ്പോഴേ നമ്മൾ ഓർത്തോണം. എന്താണ്? നമുക്ക് സ്മോളർ നമ്പർ വെച്ച് നമ്മൾ എന്ത് ചെയ്യാൻ പോവുക? ഡിവൈഡ് ചെയ്യാൻ പോവുക. അപ്പോൾ എന്താണ് കിട്ടുന്നത്? ബോത്ത് എന്ന് പറഞ്ഞാൽ കോഷ്യന്റും 2 ആണ്, റിമൈൻഡറും 2 ആണ്. ഇവിടെ സ്മോളർ നമ്പർ എത്രയാണ്? വൈ ആണ്. സ്മോളർ നമ്പർ നമ്മൾ എത്രയാണ് എടുത്തത്? വൈ. അപ്പൊ ഈ ഒരു നിയമം വെച്ച് നമുക്ക് എന്ത് എഴുതാം? എക്സ് എന്ന് പറയുന്ന ലാർജ് നമ്പർ 2y, അതായത് 2y എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് എഴുതാം? എന്താണ്? കോഷ്യന്റ് ആയ 2ഉം ഡിവൈസർ ആയ വൈയും അല്ലെ? വൈ വെച്ച് ഡിവൈഡ് ചെയ്യാം. അപ്പൊ ഡിവൈസർ ആയ വൈയും. അപ്പൊ കോഷ്യന്റ് ആയ 2ഉം ഡിവൈസർ ആയ വൈയും പിന്നെന്താണ്? പ്ലസ് റിമൈൻഡറും എന്ത് തന്നെയാണ്? 2 തന്നെയാണ്. നോക്കിയ റിമൈൻഡറും 2. അപ്പൊ എന്ത് എഴുതാം? 2. ഇതിനെ നമുക്ക് ഇക്വേഷൻ നമ്പർ 1 എന്ന് വിളിക്കാം. ഇതേപോലെ തന്നെ നമുക്ക് ഇക്വേഷൻ നമ്പർ 2 ഒന്ന് സെറ്റ് ചെയ്യാൻ ശ്രദ്ധിച്ചേ. ഇക്വേഷൻ നമ്പർ 2 സെറ്റ് ചെയ്യാം. when 5 times the smaller number is divided by larger number. അതായത് 5 times the smaller number എന്ന് പറഞ്ഞാൽ എന്താണ്? 5 സ്മോളർ നമ്പർ ഇവിടെ y ആണ്. therefore 5y is equal to എന്താ? 5 times the smaller number is divided by larger number. larger number എന്ന് പറയുന്നത് ഇവിടെ എന്താണ്? x. അപ്പൊ x ഇനി എന്ത് വേണം? കോഷ്യന്റ്. അപ്പോഴും കോഷ്യന്റും റിമൈൻഡറും എത്രയാണെന്ന് തന്നെ പറയുന്നുണ്ട്? 2. അപ്പൊ നമുക്ക് എന്ത്? 2x പ്ലസ് എന്താണ്? 2. ഇക്വേഷൻ നമ്പർ 2. ഇത് മനസ്സിലാക്കിയാൽ മാത്രം മതി. ഈ കണക്ക് തീർന്നു. ഈ ഒരു കാര്യം മനസ്സിലാക്കിയാൽ നമുക്ക് ഈ കണക്ക് കംപ്ലീറ്റ് ആയി എന്ന് തന്നെ പറയാം. ഇനി ഒന്നുമില്ല, നമ്മൾ ഇത്രയും നാൾ സോൾവ് ചെയ്ത രീതിയിൽ നിന്നും ഒരു വ്യത്യസ്തമായ ഒരു സോൾവിങ് മെത്തേഡാണ്. ശ്രദ്ധിക്കുക, ഇവിടെ എക്സ് എന്ന് പറയുന്നത് നമുക്ക് എത്ര കിട്ടി? 2y പ്ലസ് 2 എന്ന് കിട്ടി. ഈ എക്സിന്റെ സ്ഥാനത്ത് നമുക്ക് ഈ എക്സിന്റെ വാല്യൂ ഇട്ട് കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടും? 5y ഇസ് ഈക്വൽ ടു
2 ഇൻറ്റു എക്സിന്റെ സ്ഥാനത്ത് എന്ത് എഴുതാം 2y പ്ലസ് 2. എങ്ങനെ കിട്ടി? എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ് 2y പ്ലസ് 2 ആണ്. ആ എക്സിന്റെ സ്ഥാനത്ത് നമ്മൾ 2y പ്ലസ് 2 പിന്നെ എന്തുകൊണ്ട് ഒരു പ്ലസ് 2 എന്ന് പറഞ്ഞു. ദാറ്റ് ഈസ് ഈക്വൽ ടു 5y ഈസ് ഈക്വൽ ടു ഈ 2y കൊടുക്കുമ്പോൾ എന്താവും 4y പ്ലസ് ഈ 2ന് കൊടുക്കുമ്പോൾ എന്താവും 4 പ്ലസ് എന്തുണ്ട് 2. ദാറ്റ് ഈസ് ഈക്വൽ ടു 5y ഇവിടെ ഉണ്ട്. ഈ പ്ലസ് 4y ഈക്വൽ ഇപ്പുറത്തോട്ട് വരാൻ നേരം മൈനസ് 4y ഈസ് ഈക്വൽ ടു 4 പ്ലസ് 2 എത്രയാണ് 6. 5yയിൽ നിന്ന് 4y പോയാൽ 1y ഈസ് ഈക്വൽ ടു 6. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് കിട്ടി? ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് എഴുതാം y ഈസ് ഈക്വൽ ടു 6. വാട്ട് ഈസ് y? y എന്ന് പറഞ്ഞാൽ എന്താണ്? സ്മോൾ നമ്പർ ആണ്. വാട്ട് ഈസ് എക്സ്? എക്സ് കണ്ടുപിടിക്കാൻ നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു ഇക്വേഷൻ എക്സിന്റെ അകത്ത് തന്നെ ഇട്ട് കൊടുക്കാം. ഇഷ്ടമുള്ളതല്ല, ഈ എക്സിന്റെ അകത്ത് തന്നെ ഇട്ട് കൊടുക്കാം. ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്കറിയാം എക്സ് ഈസ് ഈക്വൽ ടു എന്താണ് 2y പ്ലസ് 2 അല്ലേ? ഈ y ഉള്ളടുത്ത് നമുക്ക് 6 ഇട്ട് കൊടുക്കാം. അപ്പൊ എന്ത് വരും? എക്സ് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു 6 പ്ലസ് 2. ദാറ്റ് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു 6 12 പ്ലസ് 2. ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര കിട്ടി? 14. ദിസ് ഈസ് ദ ആൻസർ. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് വാട്ട് ആർ ദ നമ്പേഴ്സ് എന്ന്. therefore large number is x is equal to 14. small number is y is equal to 6. രണ്ട് നമ്പറും കിട്ടിയില്ലേ? സിമ്പിൾ ആണ്. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് തന്നെ പോകാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഈ ഭാഗത്തിലെ രണ്ടാമത്തെ ക്വസ്റ്റ്യനിലോട്ട് നമുക്ക് പോകാം. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. നമ്മുടെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് the sum of the digit of 2-digit number is 11. അപ്പൊ ഇവിടെ ഒരു 2-digit നമ്പറിനെ പറ്റിയാണ് പറയുന്നത്. 2-digit നമ്പർ നമുക്കറിയാം, കുറച്ച് കാര്യം ഇതിൽ പറയാനുണ്ട് കേട്ടോ, എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണം. 2-digit നമുക്കറിയാം 10 തുടങ്ങി 99 വരെ അവസാനിക്കും അല്ലെ? ഇതാണ് നമ്മുടെ എന്ത് 2-digit നമ്പർ. ഇതാണ് നമ്മുടെ 2-digit നമ്പർ. ഈ 2-digit നമ്പറിന്റെ ഡിജിറ്റുകളുടെ ദ സം ഓഫ് ദ ഡിജിറ്റ് ഓഫ് 2-digit നമ്പർ. അപ്പോൾ ഈ 10 മുതൽ 99 വരെയുള്ള ഏത് 2-digit നമ്പർ എടുക്കണമെന്ന് നമുക്ക് കൺഫേം അല്ലേ? ഇനി അതിനു മുമ്പേ ഞാനൊരു കാര്യം പറയാം. നമ്മൾ ഏതെങ്കിലും ഒരു 2-digit നമ്പർ, ഇപ്പൊ 23 എന്ന് പറയുന്ന 2-digit നമ്പർ, ഈ 23 എന്ന് പറയുന്ന 2-digit നമ്പർ എങ്ങനെയാണ് യഥാർത്ഥത്തിൽ ഇങ്ങനെ 23 എന്ന് നമ്മൾ വായിക്കുന്നതെന്ന് വെച്ചാൽ, നമ്മൾ കുഞ്ഞിലെ പഠിച്ചിട്ടുണ്ട് ഇത് ഒറ്റയുടെ സ്ഥാനം, ഇത് 10ന്റെ സ്ഥാനം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എഴുതാം 2 ഗുണം 10 പ്ലസ് 3 ഗുണം 1. കാരണം 3 ഒറ്റയുടെ സ്ഥാനവും 2 10ന്റെ, അതാണ് 2 ഗുണം 10 പ്ലസ് 1. ദാറ്റ് ഈസ് ഈക്വൽ 2 ഗുണം 10 എത്രയാണ്? 20 പ്ലസ് 3 ഗുണം 1 3. ദാറ്റ് ഈസ് ഈക്വൽ 23. അങ്ങനെയാണ് നമുക്ക് ഈ 23 കിട്ടിയത്. ഏത് സംഖ്യ എടുത്താലും അങ്ങനെ തന്നെ. വേണമെങ്കിൽ വേറൊരു എക്സാമ്പിൾ നോക്കുക. 41 എന്ന് പറഞ്ഞാൽ എന്താണ്? 1 എന്ന് പറയുന്ന ഒറ്റയുടെ സ്ഥാനം, 4 എന്ന് പറഞ്ഞാൽ 10ന്റെ സ്ഥാനം അല്ലെ? ഈ 1 വരുന്നത് ചെയ്താൽ ചിലപ്പോൾ കൺഫ്യൂഷൻ വരും. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? 47. ഈ 7 എന്ന് പറയുന്ന ഒറ്റയുടെ സ്ഥാനം, 4 എന്ന് പറയുന്ന 10. അപ്പൊ നമുക്ക് ഇനി എങ്ങനെ എഴുതാം? 4 ഗുണം 10 പ്ലസ് 7 ഗുണം 1 എന്ന് എഴുതാം അല്ലെ? 4 എന്ന് പറഞ്ഞാൽ 10ന്റെ സ്ഥാനവും 7 എന്ന് പറയുന്ന ഒറ്റ. ദാറ്റ് ഈസ് ഈക്വൽ ടു 40 പ്ലസ് 7. ദാറ്റ് ഈസ് ഈക്വൽ ടു 47. അങ്ങനെയാണ് ഈ 47 ഉണ്ടായത്. അങ്ങനെയാണെങ്കിൽ ഏതൊരു 2-digit നമ്പറിനെ നമുക്ക് എങ്ങനെ എഴുതാം? നമുക്ക് 2-digit നമ്പർ ജസ്റ്റ് നമുക്ക് 2-digit നമ്പർ XY എന്ന് എടുക്കുക. XY, ഈ X എന്ന് പറയുന്ന 10ന്റെ സ്ഥാനം, Y എന്ന് പറയുന്ന 1ന്റെ സ്ഥാനമാണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? X ഇൻറ്റു 10 പ്ലസ് Y ഇൻറ്റു 1. ദാറ്റ് ഈസ് ഈക്വൽ ടു 10x പ്ലസ് Y എന്ന് എഴുതാം. ഇതാണ് യഥാർത്ഥത്തിൽ ഏത് സംഖ്യ? XY എന്ന് പറയുന്ന 2-digit നമ്പർ. അപ്പൊ ഇത് പഠിച്ച സ്ഥിതിക്ക്, ഈ XY എന്ന് പറയുന്ന 2-digit പഠിച്ച സ്ഥിതിക്ക് നമുക്കൊരു കാര്യം ചെയ്യാം. XY വെച്ച് തന്നെ നമുക്ക് ഈ കണക്കങ്ങ് ചെയ്യാം. എന്ത് പറയുന്നത്? അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കുക. എന്താണ് പറഞ്ഞിരിക്കുന്നത്? സം ഓഫ് ദ ഡിജിറ്റ് ഓഫ് 2-digit നമ്പർ. ദ സം ഓഫ് ദ ഡിജിറ്റ് ഓഫ് എ 2-digit നമ്പർ ഈസ് എന്താണ്? 11. അപ്പൊ നമുക്ക് ആദ്യം തന്നെ 2-digit നമ്പർ എന്ന് പറയുന്നത് 2-digit നമ്പറിനെ നമുക്ക് എന്തായിട്ട് എടുക്കാം? XY ആയിട്ട് എടുക്കാം. ഞാൻ പറഞ്ഞിരിക്കുന്നത് ദ സം ഓഫ് ദ ഡിജിറ്റ്. അപ്പൊ ഇതിന്റെ അകത്തെ ഡിജിറ്റ് അല്ലെ? ഇതിന്റെ അകത്തെ ഡിജിറ്റ് എന്ന് പറയുന്നതാണ് എക്സും വൈയും. അതിന്റെ സം എന്ന് പറഞ്ഞാൽ എക്സ് പ്ലസ് വൈ എന്ന് എഴുതാം. എക്സ് പ്ലസ് വൈ അല്ലേ ഇവിടെ നമുക്ക് 11 എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇതിനെ ഇക്വേഷൻ നമ്പർ 1 എന്ന് തന്നെ വിളിച്ചു. ഇനി അവർ പറയുന്നത് ദ നമ്പർ ഗോട്ട് ഇന്റർചേഞ്ച്ഡ്. അപ്പൊ നമ്പർ ഇന്റർചേഞ്ച് ചെയ്യുന്നു. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ഇത് ഇക്വേഷൻ നമ്പർ 1 സെറ്റ് ചെയ്തു. ഇനി നമുക്ക് ഇതാണല്ലോ നമ്മുടെ ഒറിജിനൽ നമ്പർ. ഒറിജിനൽ നമ്പർ എന്ന് പറയുന്നതാണ് എന്ത്? ഒറിജിനൽ നമ്പർ നമ്മൾ എന്തായിട്ടാണ് എടുത്തിരിക്കുന്നത്? XY എന്ന് പറഞ്ഞാൽ ആ ഒറിജിനൽ നമ്പറിന് നമുക്ക് എങ്ങനെ എഴുതാം? 10x പ്ലസ് y. ഇതെങ്ങനെ വന്നു എന്നുള്ള കാരണം ഇത് തൊട്ട് മുമ്പ് ഞാൻ പറഞ്ഞിരുന്നു. അതൊന്നും നിങ്ങൾ ഒന്നുകൂടെ നോക്കിയാൽ മതി. അപ്പൊ 10x പ്ലസ് y എന്ന് പറയാം.
അപ്പൊ ഈ ഒറിജിനൽ നമ്പർ ഇവിടെ പറയുന്നത് നമ്പർ ഗോട്ട് ഇന്റർചേഞ്ച് ചെയ്യുന്നു. അതായത് ഒറിജിനൽ നമ്പർ എന്താണ്, XY ആണ് ഒറിജിനൽ നമ്പർ. ആ ഒറിജിനൽ നമ്പറിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇന്റർചേഞ്ച് ചെയ്യാൻ പോവാണ്. ഒറിജിനൽ നമ്പറിനെ നമ്മൾ ഇന്റർചേഞ്ച് ചെയ്യുമ്പോൾ ആ നമ്പർ ഇന്റർചേഞ്ചിങ് നമ്പർ എന്ന് പറയുന്നത്, ഇന്റർചേഞ്ചിങ് നമ്പർ എന്ന് പറയുന്നതിനെ നമുക്ക് എന്തെന്ന് എഴുതാം, YX എന്ന് എഴുതിക്കൂടെ? കാരണം XY നേരെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചപ്പോൾ YX ആയി. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇന്റർചേഞ്ചിങ് നമ്പർ എന്ന് പറയുന്നത് എന്തെഴുതാം, 10Y plus X എന്ന് എഴുതാം. അപ്പൊ ഇതാണ് ഇന്റർചേഞ്ചിങ് നമ്പർ, ഇതാണ് നമ്മുടെ ഒറിജിനൽ നമ്പർ. ഇനി നമ്മുടെ ക്വസ്റ്റ്യനിലോട്ട് നോക്കിയേ. ക്വസ്റ്റ്യൻ എന്താണ് പറഞ്ഞിരിക്കുന്നത്, ദ നമ്പർ ഗോട്ട് ബൈ ഇന്റർചേഞ്ചിങ്. നമ്പർ ഇന്റർചേഞ്ച് ചെയ്തപ്പോൾ, അപ്പൊ ഇന്റർചേഞ്ചിങ് നമ്പർ അത് ഞാൻ എഴുതുന്നു 10Y plus X. ഇന്റർചേഞ്ച് ചെയ്തപ്പോൾ എന്ത് സംഭവിച്ചു, 27 മോർ ദാൻ ദ ഒറിജിനൽ നമ്പർ. അതായത് 27 പ്ലസ് ഒറിജിനൽ നമ്പർ ഇവിടെ എത്രയാണ്, 10X plus Y. ദാറ്റ് ഈസ് ഈക്വൽ ടു 10X plus Y. അല്ല പാടുണ്ടോ? ഇതാണ് പറയുന്നത്, നമ്പർ ഇന്റർചേഞ്ച് ചെയ്തപ്പോൾ 27 കൂടി, അതാണ് പ്ലസ്, എന്തിനേക്കാൾ, ഒറിജിനൽ നമ്പറായ 10X plus Y യേക്കാൾ 27 എന്ത് ചെയ്തു, കൂടി എന്നാണ് അവർ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ 10X 10Y ഇവിടെ ഉണ്ട്, ഈ പ്ലസ് X ഇവിടെ ഉണ്ട്, ഈ പ്ലസ് 10X ഈക്വൽ ഇപ്പുറം വരുമ്പോൾ എന്താവും, മൈനസ് 10X ആയി. ഇനി ഈ പ്ലസ് Y ഈക്വൽ അപ്പുറത്തോട്ട് പോകുമ്പോൾ എന്തായി, മൈനസ് Y ആയി. ദാറ്റ് ഈസ് ഈക്വൽ ടു മിച്ചം എന്താണ്, 27. ദാറ്റ് ഈസ് 10Y മൈനസ് Y എന്ന് പറയുന്നത് 9Y ആണ്. അതേപോലെ തന്നെ പ്ലസ് എക്സ് മൈനസ് 10X എന്ന് പറയുന്നത് മൈനസ് 9X ആണ്. ഇസ് ഈക്വൽ ടു എത്രയാണ്, 27. ഇത് വന്ന മനസ്സിലായല്ലോ അല്ലെ? ചിഹ്ന നിയമമാണ്. പ്ലസ് എക്സ് മൈനസ് 10X വ്യത്യസ്ത ചിഹ്നമാണ്. വലുതിൽ നിന്ന് വലുതായ 10Xൽ നിന്നും ചെറുതായ X കുറയ്ക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ആ 9X എന്ന് കിട്ടും. വലുതിന്റെ ചിഹ്നം ഇവിടെ എന്താണ്, മൈനസ് ആയതുകൊണ്ട് ഇവിടെ മൈനസ്. ഇസ് ഈക്വൽ ടു 27. ഇനി ഞാനൊരു ചെറിയ ഒന്ന് എളുപ്പം ചെയ്യാൻ വേണ്ടി ഞാൻ ഒരു കാര്യം ചെയ്യാൻ പോണ്. 9Y മൈനസ് 9X ഈസ് ഈക്വൽ ടു 27 ഞാൻ 9 into 3 എന്ന് എഴുതുക. ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് ഇനി എന്ത് എഴുതാൻ പറഞ്ഞു, 9 നമുക്ക് വെളിയിൽ എടുത്താൽ ഇവിടെ 9 ഉണ്ട്, ഇവിടെ 9 ഞാൻ കോമൺ എടുത്താൽ Y മൈനസ് എക്സ് ഈസ് ഈക്വൽ ടു 9 into 3 എന്ന് എഴുതാൻ. ദാറ്റ് ഈ 9ഉം 9ഉം ക്യാൻസൽ ആയി. ദാറ്റ് ഈസ് ഈക്വൽ ടു Y മൈനസ് എക്സ് ഈസ് ഈക്വൽ ടു എന്തെന്ന് കിട്ടി, 3. അപ്പൊ നമുക്ക് രണ്ട് ഇക്വേഷൻ കിട്ടി. ഒന്നാമത്തെ ഇക്വേഷൻ എന്താണ്, ഒന്നാമത്തെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഇതാണ്. രണ്ടാമത്തെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ്. ഈ രണ്ട് ഇക്വേഷനും കൂടെ ഒന്ന് സോൾവ് ചെയ്താൽ മാത്രം മതി, നമുക്ക് എന്ത് കിട്ടും, ആൻസർ ക്ലിയർ ആയിട്ട് കിട്ടും. നമുക്ക് ഈ രണ്ട് ഇക്വേഷനും കൂടെ ഒന്ന് സോൾവ് ചെയ്യാം. നമുക്ക് അതിന് വേണ്ടി അടുത്ത പേജിലോട്ട് തന്നെ കടന്നേക്കാം. നിങ്ങൾ നോക്കുക, എന്താണ് നമ്മുടെ രണ്ട് ഇക്വേഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. Y പ്ലസ് എന്താണ് ആദ്യത്തെ ഇക്വേഷൻ എന്ന് പറയുന്നത്, X പ്ലസ് എന്താണ് Y ഈസ് ഈക്വൽ ടു 11. രണ്ടാമത്തെ ഇക്വേഷൻ Y മൈനസ് X ഈസ് ഈക്വൽ ടു 3 അല്ലെ? അപ്പൊ നമുക്ക് അതൊന്ന് എഴുതാം. എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണം. ഇതായിരുന്നു നമ്മുടെ രണ്ട് ഇക്വേഷൻ. ഇത് രണ്ടും കൂടെ സോൾവ് ചെയ്ത് എക്സിന്റെയും വൈയുടെയും വാല്യൂ കണ്ടുപിടിക്കുക. അതിനുവേണ്ടി ഞാൻ ഒന്ന് അറേഞ്ച്മെന്റ് നടത്താൻ പോകണം. ദാറ്റ് ഈസ് X പ്ലസ് Y ഈസ് ഈക്വൽ ടു 11. അതിന്റെ നേരെ താഴെ രണ്ടാമത്തെ ഇക്വേഷൻ ആയ Y മൈനസ് X ഈസ് ഈക്വൽ ടു 0 ഉണ്ടല്ലോ. ഞാൻ ആദ്യം X എഴുതി പ്ലസ് Y ഇസ് ഈക്വൽ ടു 3. ഇത് ഞാൻ കുറയ്ക്കാൻ പോവാം. ഡയറക്റ്റ് കുറച്ചാൽ അപ്പൊ ഈ വൈയും കൂടെ എന്താവും, 0 ആവും. ഈ X മൈനസ് X എന്ന് പറഞ്ഞാൽ എക്സിൽ നിന്നും കുറയ്ക്കുന്നു എന്ത്, X മൈനസ് X. ദാറ്റ് ഈസ് ഈക്വൽ ടു X മൈനസ് മൈനസ് എന്താവും, പ്ലസ് X. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്തായി മാറി, 2X. അപ്പൊ ഇതെന്ത് കിട്ടി, 2X പ്ലസ് 0 ഈസ് ഈക്വൽ ടു 3. ഇതിന്റെ അകത്ത് നമുക്ക് സിമ്പിൾ ആയിട്ട് 2X ഈസ് ഈക്വൽ ടു എന്തെന്ന് എഴുതാം, 3 എന്ന് എഴുതാം. X ഈസ് ഈക്വൽ ടു എന്തെന്ന് എഴുതാം, X ഈസ് ഈക്വൽ ടു 3 അല്ല, ഇവിടെ എന്താണ് 8 ആയിരുന്നു കേട്ടോ, സോറി. ഇവിടെ എന്താണ് 11 ന് 3 പോലെ എത്രയാണ്, 8. ദാറ്റ് ഈസ് ഈക്വൽ ടു 8. ദാറ്റ് ഈസ് ഈക്വൽ ടു X ഈസ് ഈക്വൽ ടു 8/2. ദാറ്റ് ഈസ് ഈക്വൽ ടു X ഈസ് ഈക്വൽ ടു എത്ര കിട്ടി, 4. X എത്ര കിട്ടി, 4. ഇനി Y കിട്ടാൻ വേണ്ടി ഇഷ്ടമുള്ള ഒരു ഇക്വേഷൻ ഞാൻ ഒന്നാമത്തെ ഇക്വേഷൻ എടുക്കുക. X പ്ലസ് Y ഈസ് ഈക്വൽ ടു എന്ത്, 11. ഈ X ഉള്ളിടത്ത് എന്ത് ഇടാം, 4 പ്ലസ് Y ഈസ് ഈക്വൽ ടു എന്ത്, 11. ദാറ്റ് ഈസ് Y ഈസ് ഈക്വൽ ടു ഈ പ്ലസ് 4 ഈക്വൽ അപ്പുറം പോകുമ്പോൾ 11 മൈനസ് 4. Y ഈസ് ഈക്വൽ ടു എത്ര കിട്ടി, 11 4 പോയാൽ 7. അപ്പം എക്സും കിട്ടി വൈയും കിട്ടി അല്ലെ? X എത്ര കിട്ടി, 4. Y എത്ര കിട്ടി, 7. നമ്മുടെ ഡിജിറ്റ് എന്തായിരുന്നു, 2 ഡിജിറ്റ് നമ്പർ എന്ന് പറഞ്ഞാൽ 2 ഡിജിറ്റ് എന്തായിരുന്നു നമ്മുടേത്, X Y എന്നായിരുന്നു. എക്സിന്റെ സ്ഥാനത്ത് എന്തിട്ട് കൊടുക്കുക, 4. വൈയുടെ സ്ഥാനത്ത് എന്തിട്ട് കൊടുക്കുക, 7. ദിസ് ഈസ് നമ്മുടെ എന്താണ്, ഇതാണ് നമ്മുടെ 2 ഡിജിറ്റ് നമ്പർ. ആ 2 ഡിജിറ്റ് നമ്പർ എത്രയാണ് കണ്ടുപിടിക്കാനില്ലായിരുന്നു ചോദ്യം. മനസ്സിലായല്ലോ, വളരെ സിമ്പിൾ ആണ്. അപ്പൊ നമ്മള് ഈ പാർട്ടിലെ 2 ക്വസ്റ്റ്യൻസുകളും നല്ല രീതിയിൽ തന്നെ കംപ്ലീറ്റ് ചെയ്തു. നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇത് കറക്റ്റ് ആയിട്ട് ബുക്കിന്റെ അകത്ത് എഴുതി പഠിക്കണം. അതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ഒന്നുകൂടെ വീഡിയോ കാണുക. അതൊക്കെ തന്നെ നിങ്ങൾ ചെയ്താൽ മതി. ധാരാളം നമുക്ക് ഈ ചാപ്റ്ററിലെ എല്ലാ കണക്കുകളും സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യും, കിട്ടുന്നതായിരിക്കും. ഇത് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ 10ാം ക്ലാസ്സിലെ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ നിങ്ങൾക്ക് എളുപ്പമായിട്ട് മനസ്സിലാവും. ഓക്കെ, അപ്പം അടുത്ത പാർട്ടിൽ അടുത്ത ഭാഗവും, അതായത് നമ്മുടെ ലാസ്റ്റ് ഭാഗവുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ഗുഡ് ബൈ.